എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. സത്യവേദപുസ്തകത്തിലെ വചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ധ്യാനമാണല്ലോ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ നാളായിട്ടുള്ള ഒരു ആലോചനയാണ്. വേദപുസ്തകത്തിൽ മൊത്തോടെ 66 പുസ്തകങ്ങളുണ്ട്. 1189 അധ്യായങ്ങളുണ്ട്. 1189 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഈ വേദപുസ്തകം പഠിക്കുവാൻ ഒക്കുന്നത്? വേദ പണ്ഡിതന്മാര് വേണം, റഫറൻസ് ബുക്സ് വേണം, തീർച്ചയായിട്ടും ഓരോ വിഷയത്തെ പറ്റി അറിവുള്ളവർ. ഇപ്പോൾ ചരിത്രത്തെ പറ്റി ഒരു കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയണമെങ്കിൽ അതൊരു ഹിസ്റ്റോറിയനെ ഒക്കത്തോളൂ. തത്വചിന്ത, ഫിലോസഫർ. മെഡിക്കൽ കാര്യത്തിൽ ആധികാരികത അതിനെപ്പറ്റി പഠിച്ച ഡോക്ടർക്കാണ്. എഞ്ചിനീയർ. അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഈസ് വെരി മച്ച് നീഡഡ് ഇൻ ദ സൊസൈറ്റി. അതുകൊണ്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും വേദ പണ്ഡിതന്മാരാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. എന്നാൽ വേദപുസ്തകം നവീകരണത്തിന്റെ ഭാഗമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അന്ന് നമ്മുടെ സഭാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ ശക്തീകരണം സ്വന്തം മാതൃഭാഷയിൽ ഓരോ വ്യക്തിക്കും വേദപുസ്തകം വായിക്കാനൊക്കും. അതായിരുന്നു നവീകരണത്തിന്റെ ഒരു ശാക്തീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദപുസ്തകം ഞാൻ രാവിലെ എടുത്ത് ഒരു അധ്യായം വായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ ചോദിക്കണം. ഇനി പുതിയ വർഷത്തിൽ ഒരു എക്സസൈസ് ആയിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്രത്തോളം മുമ്പോട്ട് പോകുമെന്നറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയൊക്കെ വേണം. അതുകൊണ്ട് 1-ാം അധ്യായം എടുക്കുകയാണ്. ആധികാരികതയൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് ഒരു സാധാരണക്കാരനായ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേദപുസ്തകത്തിൽ ഒരു അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എന്ത് സംസാരിക്കുന്നു, നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു? ഒരു ചെറിയ ഡയറി എടുത്ത് അതിനകത്തോട്ടൊരു 4 ലൈൻ ഒന്ന് കുറിച്ചിട്ടേക്കണം. ആത്മീയത ക്രിയാത്മകമായിരിക്കണം. നാം നൂറ്റാണ്ടുകളായി കേട്ട് തലമുറയായി കേൾവിയാണ്. കുറവൊന്നുമില്ല, കുറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും ആ കേൾക്കുന്നവർ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്ന ഒരാത്മീയത ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതൊരു ബൈബിൾ സ്റ്റഡി ഒന്നുമല്ല. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ഒരു അധ്യായം വായിക്കാം, ഒരു 4 ചിന്തകൾ കുറിച്ചിടാം. അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വൻ സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. നമുക്ക് തുടങ്ങാം. ഉൽപ്പത്തിയിലാണ് തുടക്കം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശൂന്യവും പാഴുമായിരുന്നു പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ അവസ്ഥ. ദൈവത്തിന്റെ വചനം വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും ക്രിയാത്മകമായി പങ്കെടുത്തിരുന്നത്. ശൂന്യവും പാഴും, കയോസ്. സയൻസും അത് തന്നെയാണ് പറയുന്നത്. ബിഗ് ബാങ് തിയറിയൊക്കെ വരുമ്പോൾ 13 മില്യൺ വർഷങ്ങൾക്കും അതൊരു വലിയൊരു കാലഘട്ടമാണ്. എല്ലാം ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് തുടങ്ങുന്നത്. 6 ദൈവദിനങ്ങളിലായി. മൈൻഡ് യു, ദൈവദിനമാണ്, മനുഷ്യന്റെ ദിവസമല്ല. മനുഷ്യൻ ഈ വർഷവും നാഴികയൊക്കെ വെച്ച് കണക്ക് കൂട്ടി ഗ്രിഗോറിയൻ കലണ്ടറൊക്കെ വന്നിട്ട് ഏതാനും ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്നാൽ ഭൂമിക്ക് 15 ബില്യൺ വർഷങ്ങളൊക്കെ പഴക്കം പറയുന്നുണ്ട്. 6 ദൈവദിനങ്ങളിലായി ആദ്യം വെളിച്ചമാണ് ഉണ്ടായത്. ലോഗോസ് ആണ്, ഡിവൈൻ വേർഡ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചവും അന്ധകാരവുമാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് സമുദ്രവും ആകാശവും ഉണ്ടായി. പിന്നീട് ഫലഭൂയിഷ്ടമായ ഭൂമി 3-ാം ദിവസം. 4-ാം ദിവസമാണ് പകലും രാവും ജ്വലിക്കുന്ന പ്രകാശ സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെട്ടത്. സൂര്യചന്ദ്രന്മാരൊക്കെ
അപ്പോൾ ഈ ഒന്നാം ദിവസം സൃഷ്ടിച്ച വെളിച്ചം ഏതാണ്? അതാണ് ദൈവത്തിന്റെ വെളിച്ചം, ദൈവമാകുന്ന വെളിച്ചം, വചനമാകുന്ന വെളിച്ചം, ഡിവൈൻ ലോഗോസ്. ആ വെളിച്ചത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. അഞ്ചാം ദിവസം ജലജന്തുക്കളും പറവജാതികളും സൃഷ്ടിക്കപ്പെട്ടു. ആറാം ദിവസം മനുഷ്യർ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ദൈവസ്വരൂപത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ച മനുഷ്യർക്ക് സകല സൃഷ്ടിയുടെ മേൽ വാഴുവാനുള്ള അനുഗ്രഹം, നിയോഗം ലഭിച്ചു. ദൈവത്തിന്റെ മനസ്സോടുകൂടിയാണ് ആ വാഴ്ച വേണ്ടത്. സ്റ്റിവാർഡ്ഷിപ്പാണ് വേണ്ടത്. ജീവനെ പരിപോഷിപ്പിക്കുന്ന ഒരു വാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാം അധ്യായത്തിൽ ഭക്ഷണക്രമത്തിനൊരു ദൈവീക വ്യവസ്ഥ വെക്കുന്നുണ്ട്, ഒരു ക്രമീകരണമുണ്ട്. സകല മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും പറവകൾക്കും പച്ച സസ്യം, മനുഷ്യന് സവിശേഷ വിഭവം, വിത്തുള്ള സസ്യങ്ങളും വൃക്ഷഫലങ്ങളും. ആദ്യ ക്രമീകരണം 100% സസ്യമയം തന്നെ. ശൂന്യതയിൽ നിന്നും പാഴിൽ നിന്നും ഇനിയൊരു സാധ്യത ഇല്ല എന്ന് പറയുന്നിടത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടി തുടങ്ങും. ദൈവവിശ്വാസിയായ ഓരോ വ്യക്തിയും ഏറ്റവും സ്കോപ്പില്ല എന്ന് കരുതുന്നിടത്തുനിന്ന് പോലും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടണം. സാധ്യതകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഈ അധ്യായത്തിലുണ്ട്. സൃഷ്ടി നടത്തിക്കഴിഞ്ഞ് എല്ലാം നല്ലത് എന്ന് കണ്ടു. ആര് കണ്ടു? ദൈവം കണ്ടു. Can you imagine that situation? God creating something and God says to himself, yes, it is good, it is good, it is good. Well done, well done, well done. നമ്മളുടെ തന്നെ എഫേർട്ടിൽ അഭിമാനം കൊള്ളണം. സൃഷ്ടികർമ്മത്തിൽ എപ്പോഴും അഭിനന്ദനം ആവശ്യമാണ്. സൃഷ്ടികർമ്മത്തിൽ അഭിനന്ദിക്കുന്ന ഒരു ദൈവമാണ്. 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 7-ാം നാൾ ദൈവത്തിന്റെ വിശ്രമം, അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ശബത്താണ്. എല്ലാം നല്ലത് എന്ന് കണ്ട് അനുഗ്രഹിച്ച സൃഷ്ടിതാവിന്റെ ക്രിയാത്മകതയുടെ പരിപൂർണതയും സൗന്ദര്യവും ലാവണ്യവും ആഴവുമാണ് ശബത്ത്. അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. ഈ അഖിലാണ്ടം മുഴുവനും ചമച്ചൊരുക്കി വെറും 6 ദിവസം കൊണ്ടൊക്കെ അത് ചെയ്തെന്ന് പറയുമ്പോൾ 6 ദൈവീക ദിനങ്ങളാണ്. ബില്യൺസ് ഓഫ് ഇയേഴ്സിൽ കൂടെയാണ്, ജിയോളജിക്കൽ ഇയേഴ്സിൽ കൂടെയാണ് നടന്നത്. അത് കഴിഞ്ഞ് എല്ലാത്തിനും ഒരു സ്വസ്ഥതയുണ്ട്. ദൈവത്തിന്റെ ശാപത്താണത്. നിലത്ത് നിന്നും മഞ്ഞു പൊങ്ങി നിലം നനച്ച ആദ്യകാലം, വയലിലെ സസ്യവും ചെടിയും കൃഷിക്കാരനും ഇല്ലാതിരുന്ന കാലം, ദൈവകരങ്ങളാൽ മണ്ണിൽ നിന്നും മനുഷ്യൻ ഉരുവായി. മൂക്കിലൂതിയ ജീവശ്വാസം അവനെ ജീവനുള്ള ദേഹിയാക്കി. ദൈവത്തിന്റെ തോട്ടം, ഏദൻ തോട്ടം. ഒരു നദിയുണ്ടായിരുന്നു, അതിന് 4 ശാഖകൾ: പീശോൻ, ഗീഹോൻ, ഹിദേക്കൽ, ഫ്രാത്ത്, യൂഫ്രട്ടൈസ്. ശാഖകളുടെ ശീതള ഛായയിലും ഫലഭൂയിഷ്ഠതയിലും ജീവൻ അതിന്റെ പരിപൂർണ സമൃദ്ധിയിൽ പൂത്തുലഞ്ഞ് കായ്ച്ചു നിൽക്കുന്ന ആദാമിന്റെ സ്വന്തം ഏദൻ തോട്ടം. ഇന്നത്തെ മെസൊപ്പൊട്ടേമിയ, ഇറാൻ സ്ഥലത്ത് ഇറാഖിലാണെന്നാണ് പറയുന്നത്. തോട്ടത്തെ സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിക്കാനുമുള്ള കാര്യവിചാരകത്വം മനുഷ്യന് നൽകപ്പെട്ടു. വളരെ പ്രശസ്തമായ പാട്ടുണ്ടല്ലോ, നിന്നിന്തോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും, തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിക്കാനും. കാര്യവിചാരകത്വം. മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സൃഷ്ടി കൂടുതൽ പരിപോഷിപ്പിക്കാനാണ്. He was entrusted with stewardship. എന്നാൽ വിലക്കപ്പെട്ട കനിയും ഉണ്ടായിരുന്നു. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലമാണ്. വിലക്ക് ലംഘിച്ചാൽ മരണം. മനുഷ്യൻ വിളിച്ച പേര് മറ്റെല്ലാ ജീവജാലങ്ങളുടെയും നാമമായി.
മനുഷ്യന്റെ ഏകാന്തത നല്ലതായി കാണാതിരുന്ന ദൈവം നിദ്രയിലാക്കിയ മനുഷ്യന്റെ വാരിയലിനെ സ്ത്രീയാക്കി. തന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും മാംസത്തിൽ നിന്നും മാംസവും ആയവളെ നാരി എന്ന് പേരിട്ടു. പുരുഷൻ എല്ലാം വിട്ട് അവളോട് ചേരും, ഇരുവരും ഒരു ദേഹിയാകും. കാപട്യവും പാപവും ഇല്ലാതിരുന്ന ഏദനിൽ ആടയാഭരണങ്ങളുടെ മറ ആവശ്യമായിരുന്നില്ല. ദൈവീക നൈർമല്യം അതിൻ്റെ ശൈശവ പുണ്യത്തിൽ പരിലസിച്ചു. 2 അധ്യായങ്ങളിൽ കൂടെ ശൂന്യവും പാഴുമായിരുന്നതിൽ നിന്നും നല്ല ഒരു ഏദൻ തോട്ടം നിർമ്മിച്ചു. അവിടെ പുരുഷനും സ്ത്രീയും സ്വരൂപത്തിൽ ശ്വാസമോദി സൃഷ്ടിച്ചു. ജീവജാലങ്ങൾ, ചരാചരങ്ങൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഫലങ്ങൾ എല്ലാമുള്ള സുന്ദരൻ ഏദൻ തോട്ടത്തിന്റെ സൃഷ്ടികർമ്മം. 3-ാം അധ്യായത്തിലേക്ക് പ്രാകൃത ലാളിത്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഭൗതികതയുടെ ഉന്നതങ്ങളിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്നു ചെല്ലുക അസാധ്യമായിരുന്നു. എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് ആണ് ഇവിടെ ഏറ്റവും ആവശ്യം. അതിനാൽ നന്മ തിന്മകളെ പറ്റിയുള്ള പരിജ്ഞാനത്തിന്റെ ജീവവൃക്ഷഫലം മാത്രം അവന് നിഷേധിക്കപ്പെട്ടു. In the beginning there was God and man was with God. There was no discussion about ethics or moral conduct or code of conduct in the beginning because God was with them. ഒരു ശിശുവും ജനിച്ചതിന്റെ പിറ്റേ ദിവസം മഴവില്ലിന്റെ പ്രകാശത്തിന്റെ 7 ഘടകങ്ങളെ പറ്റി വലിയ തിയറിയൊന്നും പറയത്തില്ല. അവൻ വർഷങ്ങളുടെ പ്രയാണത്തിൽ ആയിരക്കണക്കിന് അനുഭവങ്ങളിൽ കൂടെ, നിരീക്ഷണ പരീക്ഷണ വീക്ഷണങ്ങളിൽ കൂടെ, എല്ലാം വീഴ്ചയിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഏതോ ഒരു നിമിഷം ആ ശിശു മനസ്സിലാക്കും, ഈ വെളിച്ചം എല്ലാ വർണ്ണങ്ങളും ഒന്ന് തന്നെയാണ്. സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റ് ആണ്, അത് നിത്യപ്രകാശമാണ്. കൊച്ചുകുട്ടി ഒരു മെഴുകുതിരി കാണുമ്പോൾ അവത്തെ തൊടാൻ ഇങ്ങനെ ശ്രമിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ചാടിപ്പിടിക്കാൻ ശ്രമിക്കും. എന്നാൽ വിവരമുള്ള പരിജ്ഞാനമുള്ള മാതാപിതാക്കൾ അറിയാം, മോളെ നീ ഇപ്പോഴല്ല ഇത് തൊടേണ്ടത്, നിനക്കിത് തൊടാൻ ഒരു സമയം വരും. അങ്ങനെ അവൻ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒപ്റ്റിക്സ് ഒക്കെ പഠിച്ച് ഈ വെളിച്ചം എന്താണ് എന്ന് പഠിക്കും. വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൾ ദ 7 കളേഴ്സ്. പിന്നീട് അവൻ ആ മെഴുകുതിരി വെളിച്ചം ഒന്ന് കാണുമ്പോൾ അവൻ ആ കുഞ്ഞ് ചാടിപ്പിടുത്തമല്ല, ഇങ്ങനെ ഒന്ന് തഴുകും. ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസ് അതായിരുന്നോ എന്ന് നമുക്കറിയില്ല. മനുഷ്യന്റെ ഒരു പ്രത്യേക വളർച്ചയുടെ കാലഘട്ടത്തിൽ അവന് കൊടുക്കുവാൻ വേണ്ടി വെച്ചിരുന്ന നന്മ തിന്മകളുടെ ഫലമായിരുന്നിരിക്കണം. എന്നാൽ ശിശു തീനാളത്തെ കൈനീട്ടി തൊട്ടുകളഞ്ഞു, പുണർന്നു. സ്വയം പൊള്ളലേറ്റ അവൻ പാപത്തിന്റെ നരകത്തിലേക്ക് പതിച്ചു. പറുദീസായിൽ വെച്ച് തന്നെയാണ് വീഴ്ച ഉണ്ടായത്. തന്റെ നഗ്നത മനസ്സിലാക്കിയ അവന്റെ ഉത്തരവാദിത്വ ബോധം നഷ്ടമായി. വീഴ്ചയ്ക്ക് താൻ ഒഴികെയുള്ള എല്ലാം കാരണങ്ങളായി ഉയർന്നു വന്നു. ആദ്യം പോയിന്റ് ചെയ്ത് ദൈവം നൽകിയ തുണയാണ്, അവളാണ് എനിക്കത് തന്നത്. പിന്നെ പാമ്പാണ് എന്നെ ചതിച്ചത്, ദൈവസൃഷ്ടിയായ സർപ്പത്തിനും വഴികിട്ടി. പാപത്തിൽ വീണ മനുഷ്യൻ പ്രതിയാക്കുന്നത് എല്ലാ കാലത്തും ദൈവത്തെ തന്നെയായിരുന്നു. കാലസമ്പൂർണതയിൽ ദൈവപുത്രനും കുരിശ് തന്നെ അവൻ വിധിച്ചു. ദൈവത്തെ സംരക്ഷിക്കാനാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതെന്ന് ഓർക്കണം. ഉത്തരവാദിത്തബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ the blame game begins. ഒളിച്ചിരുന്ന മനുഷ്യനെ ദൈവം കണ്ടുപിടിച്ചു. പിന്നീട് സ്വയം സമ്പാദിച്ചെടുത്ത ശാപങ്ങളുടെ പെരുമഴ. മനുഷ്യൻ കഥ എഴുതി, ഹിസ്റ്ററി റിട്ടൺ ബൈ മാൻ. സർപ്പത്തിന് തന്നെ കിട്ടിയ ആദ്യത്തെ ശാപം, നീ മനുഷ്യന്റെ കുതികാൽ വെട്ടും, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സ്ത്രീ ഇനി മുതൽ നിലവിളിയോടെ പ്രസവിക്കും, പുരുഷൻ അടിമയായിത്തീരും. നിലം ശപിക്കപ്പെട്ടു, മുള്ളും പാഴ്ചെടികളും ഇനി മുളച്ചു പോവും.
മനുഷ്യൻ ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങും. ദൈവത്തിന്റെ കരുണ മനുഷ്യനെ വസ്ത്രം ധരിപ്പിച്ചു. മൃഗത്തെ ബലിയർപ്പിച്ച് മനുഷ്യന് സംരക്ഷണം. ദൈവത്തിനും മാമോനും ഒരേ പറുദീസയിൽ ഇടമില്ല. പാപി പുറത്താക്കപ്പെട്ടു. കത്തിജ്വലിക്കുന്ന വാൾമുനകളുമായി കാവൽ മാലാഖ പറുദീസായിക്ക് സംരക്ഷണം ഒരുക്കി. മനുഷ്യൻ നന്മതിന്മകളെ പറ്റി അറിവ് നേടി. എന്നാൽ ജ്ഞാനം അപ്രാപ്യമായി. നിത്യജീവൻ നിഷേധിക്കപ്പെട്ടു. അവിടെയാണ് സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ്. നീ മരിക്കുമെന്ന് പറഞ്ഞത് അവന് നിത്യജീവൻ നിഷേധിക്കപ്പെട്ടു. ആദ്യ പാപത്തിന്റെ അലയൊളികൾ ചരിത്രത്തിലെങ്ങും മുഴങ്ങിക്കേൾക്കുവാൻ തുടങ്ങി. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അധ്യായങ്ങൾ വായിക്കുമ്പോൾ, ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ എന്താണ് ഈ വാക്യം എന്നോട് പറയുന്നത്? വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം നല്ലതാണ്, ആധികാരികമായി പഠിച്ചവരുടെ അഭിപ്രായം നല്ലതാണ്. എന്നാലും നാം ഒരു സ്വസ്ഥതയിൽ നമ്മളുടെ മുറിയിൽ ഇരുന്ന് ഇത് വായിക്കുമ്പോൾ, ദൈവമേ എന്നോട് എന്താണ് ഇത് സംസാരിക്കുന്നത്? നാം ഒരല്പം കോൺഫിഡന്റ് ആകണം. എല്ലാം നമുക്ക് വിളമ്പിത്തന്ന് ആരെങ്കിലും പറയാതെ തന്നെ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, അയ്യോ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാൻ ആരുമില്ലയോ. 2000 വർഷങ്ങളായിട്ട് വേദപുസ്തകം വായിക്കുന്ന, വചനം കേൾക്കുന്ന ഒരു തലമുറയുടെ കണ്ണികളാണ്. വി ഹാവ് ടു ബി അസർട്ടീവ്. കാലം കൊണ്ട് നിങ്ങൾ കട്ടിയാഹാരം കഴിക്കണ്ട, സമയമായി കഴിഞ്ഞു, എങ്കിലും ഇപ്പോഴും പാലുമതി എന്ന് പറഞ്ഞിരിക്കരുത്. ഒരു പുതിയ തുടക്കമാകട്ടെ. പെർഫെക്ഷൻ ഒന്നും വേണ്ട. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കും. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഏദൻ തോട്ടം സൃഷ്ടിച്ചു. എന്നാൽ പാപം ചെയ്തു. മനുഷ്യൻ ഏദൻ തോട്ടം അന്യമാക്കി പുറത്തായി ഒരു യാത്ര തുടങ്ങുകയാണ്. യാത്ര നമുക്കും തുടങ്ങാം. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സത്യരൂപിയാ നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണം ഇവിടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ.